ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഗേറ്റ് ലാമ്പ് നമ്മുടെ വീടുകളൊക്കെ വയ്ക്കുന്ന സമയത്ത് ഗേറ്റിൻ്റെ ലൈറ്റുകൾ, ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള മതിൽമേലുള്ള ലൈറ്റുകൾ, ഇതെല്ലാം നമ്മൾ പൈപ്പിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് വയർ ഷോർട്ട് ആവാനും അതുപോലെ വയർ കംപ്ലൈൻറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കും. അതിനേക്കാൾ ബെറ്റർ ഓപ്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു കേബിൾ, അണ്ടർഗ്രൗണ്ട് കേബിൾ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഏകദേശം ഒരു മീറ്ററിന് 80 രൂപ റേഞ്ച് വരുന്നതിലും കോപ്പറിന് 80 രൂപ റേഞ്ച് വരുന്നതിലും നമുക്ക് ലൈഫ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എവിടെയൊക്കെയാണ് പോയിൻ്റ് വേണ്ടതെന്നുള്ള കറക്റ്റായിട്ട് തീരുമാനിക്കണം. അതെല്ലാം തന്നെ നേരത്തെ മതിൽ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ പൈപ്പുകളെല്ലാം വെട്ടി പുറത്തേക്ക് ഇട്ടിരിക്കണം. അത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതിൽമേലുള്ള കുറേ ലൈറ്റുകളുണ്ട്, പിന്നെ പിന്നുമേലുള്ള ലൈറ്റുകളുണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് കേബിളാണ് കൊണ്ടുവരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ഒരു ലൈറ്റിൻ്റെ പോയിൻ്റ് പുറത്തേക്ക് കിടക്കുന്ന കാണിച്ചു തരാം. പൈപ്പ് ഇട്ട് കാണാണ്ട് ഈ പൈപ്പിലൂടെ വേണം നമ്മൾ കേബിൾ അകത്തേക്ക് ഇടാനായിട്ട്. അതിൻ്റെ കേബിൾ കടന്നില്ലെങ്കിൽ കൂടിയായി കേബിളിൻ്റെ ആ വയർ കടന്ന് അകത്തേക്ക് പോരണം. അതുപോലെ തന്നെ ഒരുപാട് പോയിൻറ്റുകളുണ്ട്. ഈ പോയിന്റുകളിലെല്ലാം തന്നെ സെപ്പറേറ്റ് കേബിളുകൾ ഇട്ടതിന് ശേഷം നമ്മൾ ആ മതിലിൻ്റെ അവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഒരു 10 ഒരു PVC ബോക്സ് വെച്ചിട്ടുണ്ട്. ആ PVC ബോക്സിലേക്ക് കംപ്ലീറ്റ് കേബിൾ നമ്മൾ കൊണ്ടുവന്നിടും. അതിനുശേഷം അതിൽ നിന്ന് നേരെ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കേബിൾ തന്നെയാണ് കൊടുക്കുന്നത്. വീടിൻ്റെ അകത്തേക്കും കേബിൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം കുറവായിരിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന കേബിൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ട് 2 കോർ കേബിളാണ്. 1.5-ൻ്റെ 2 കോർ കേബിളാണ്. അത് ആർമേഡ് കേബിളാണ് വരുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് സെപ്പറേറ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട്, എന്തെങ്കിലും കൊത്തോ കാര്യങ്ങളോ, അതായത് മണ്ണ് വെട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും കേബിളിൽ കൊത്ത് കിട്ടുന്ന സമയത്തൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഒരു കമ്പിയുടെ തന്നെ ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിടാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കോപ്പറിൻ്റെയും കിട്ടുന്നുണ്ട്, നമുക്ക് അലൂമിനിയത്തിൻ്റെയും കിട്ടുന്നുണ്ട്. ഈ 2 കേബിളാണെങ്കിലും നമ്മൾ ഒടിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണ വയർ പോലെയല്ല, പെട്ടെന്ന് ഒറ്റ കമ്പിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒടിയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് മാത്രം ഒടിയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നീട് നമ്മൾ മണ്ണിലേക്ക് മാക്സിമം താത്തിയിടുന്നു. അതിനുശേഷം അതിൻ്റെ ആർമേഡ് കേബിളിൻ്റെ ആ ഷീൽഡ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക്, പൈപ്പിലൂടെ അകത്തേക്ക് കയറ്റി നമുക്ക് കാണാൻ സാധിക്കണ്ട. അത് ഭിത്തിയുടെ അകത്ത് വരെ നമ്മൾ കൊടുക്കണം, ആർമേഡ് കൊടുക്കണം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്താലും പ്രശ്നങ്ങളില്ല. അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ടേപ്പ് അടിച്ച് ക്ലിയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നമ്മളിവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് വീടിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ജംഗ്ഷൻ ബോക്സാണ്. ഇവിടേക്കാണ് നമ്മൾ കേബിൾ കൊണ്ടുവരുന്നത്. അതായത് ഞാൻ പറയുന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ അവിടെ നമ്മളൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിലേക്ക് നമ്മൾ ടെമ്പററി ബോർഡ് പോലെ ടെമ്പററി കണക്ഷൻ എടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ നമ്മൾ വേണമെങ്കിൽ ഒരു സ്വിച്ച് പ്ലഗ് കൊടുക്കാം. അതിൻ്റെ താഴേക്ക് പൈപ്പ് ഇട്ടിരിക്കുന്നു. അവിടെ നിന്ന് ഈ പറയുന്ന കണ്ടോ ഇത്രയും പൈപ്പുകൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ അകത്തേക്കാണ് കംപ്ലീറ്റ് കേബിൾ നമ്മൾ കൊണ്ടുവരുന്നത്. അത് നമ്മൾ വെച്ചിരിക്കുന്ന മതിലിൻ്റെ അടുത്താണ്. മതിലിനോട് ചേർന്ന് തന്നെ, അതായത് പിന്നിനോട് ചേർന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കേബിൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ അകത്ത് ഷീൽഡിൻ്റെ ഒരു ഭയങ്കര സ്ട്രെങ്തി ആയിട്ടുള്ള കമ്പിയുണ്ട്. ആ കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ്. നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.